ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങി. സംവിധായകൻ ജിതിൻ ലാലാണ് വിവരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത്. ചിത്രം ട്രെയിനിലിരുന്ന് മൊബൈലിൽ കാണുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ തകർത്തോടുന്ന ഒരു പടമാണ്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കൂടുതൽ ആളുകൾ വന്ന് തിയേറ്ററിൽ വന്ന് പടം കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പതിപ്പ് ഇറങ്ങാൻ പാടില്ലാത്തതാണ്. എന്താണ് സംഭവിക്കുന്നത് അലി? റോഷ്നി, അല്പസമയം മുമ്പാണ് ഈ അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ ലാൽ തന്നെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. ഈ മാസം 12-ാം തീയതി, അതായത് ഏകദേശം 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ട്. ഓണം റിലീസുകളിൽ റോഷ്നി പറഞ്ഞതുപോലെ വലിയ വിജയവും വലിയ കളക്ഷനും നേടി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഒരു യാത്രക്കാരൻ ട്രെയിനിലിരുന്ന് അയാളുടെ മൊബൈലിൽ ഈ അജയന്റെ രണ്ടാം മോഷണം കാണുന്ന ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് ജിതിൻ ലാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരിക്കുന്നത്. മറ്റൊരാൾ മൊബൈലിൽ ഈ ദൃശ്യം കാണുന്ന മൊബൈലിൽ സിനിമ കാണുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജിതിൻ ലാലിന്റെ പോസ്റ്റ്. ഹൃദയഭേദകമായ കാഴ്ച എന്നാണ് ഈ പോസ്റ്റിൽ ജിതിൻ ലാൽ കുറിച്ചിരിക്കുന്നത്. വലിയ നേട്ടമുണ്ടാക്കി സാമ്പത്തികപരമായും അല്ലാതെയും വലിയ ജനപ്രീതി നേടിയും ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതൊരു അതിദാരുണ സംഭവമാണ്. സ്വാഭാവികമായും നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നേക്കാം. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ വിവരം ജിതിൻ ലാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത്. റോഷ്നി, ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് അജയന്റെ രണ്ടാം മോഷണം. പ്രേക്ഷകരോട് പറയാനുള്ളത്, പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പുകൾക്ക് പിന്നാലെ പോകരുത്.